കൊല്ലത്ത് CPM സംസ്ഥാന സമ്മേളനത്തിൻ്റെ പ്രതിനിധി സമ്മേളനം അല്പസമയത്തിനകം ആരംഭിക്കും. ടൗൺ ഹാളിൽ അല്പസമയത്തിന് മുമ്പ് AK ബാലൻ പതാക ഉയർത്തി. കേന്ദ്ര കമ്മിറ്റി കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടാണ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക. സമുന്നതരായ എല്ലാ പാർട്ടി നേതാക്കന്മാരും ടൗൺ ഹാളിലേക്ക് കടന്നിരുന്നു കഴിഞ്ഞു. അല്പസമയത്തിനകം പ്രതിനിധി സമ്മേളനം ആരംഭിക്കും. മുതിർന്ന PB അംഗങ്ങളും അതേപോലെയുള്ള സമുന്നതരായ രാമചന്ദ്രൻപിള്ളയെ പോലുള്ള പാർട്ടി നേതാക്കന്മാരും ഒക്കെ തന്നെ എത്തിക്കഴിഞ്ഞു. E. രാജീവ്, K. രാധാകൃഷ്ണൻ തുടങ്ങി പാർട്ടിയുടെ സമുന്നതരായ നേതാക്കന്മാരും ടൗൺ ഹാളിലേക്ക് വന്നു കഴിഞ്ഞു. ഈ അല്പസമയത്തിനകം പ്രതിനിധി സമ്മേളനം ആരംഭിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. തനീഷ് MP കൂടുതൽ വിവരങ്ങൾ നൽകാൻ നമുക്കിപ്പം ചേരുകയാണ്. കൊല്ലത്തുനിന്ന് തനീഷ്, വിവരങ്ങൾ. SKN അല്പസമയത്തിനകം തന്നെ പ്രതിനിധി സമ്മേളനം ആരംഭിക്കും. അതിന് മുന്നോടിയായി അതിന്റെ ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. ഇപ്പോൾ സ്വാഗത സംഘം ചെയർമാൻ KN ബാലഗോപാൽ വേണ്ട നിർദ്ദേശങ്ങൾ സമ്മേളന പ്രതിനിധികൾക്ക് നൽകുകയാണ്. ഓരോ ജില്ലകൾക്കും അവർക്കായി തിരിച്ചിരിക്കുന്ന ഇരിപ്പിടങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ വോളണ്ടിയേഴ്സ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഗായക സംഘം തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ആ നിലയിൽ ഈ 24ാം പാർട്ടി കോൺഗ്രസിനോട് മുന്നോടിയായുള്ള സംസ്ഥാന സമ്മേളനം എല്ലാ അർത്ഥത്തിലും ഗംഭീരമാക്കാനുള്ള ഒരുക്കത്തിലാണ് കൊല്ലം. അതിന്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണ്. നമുക്കറിയാം, CPM-നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു സമ്മേളനമാണ്. കഴിഞ്ഞ തുടർഭരണം ഉറപ്പാക്കിയതിനു ശേഷം നടക്കുന്ന സംസ്ഥാന സമ്മേളനം എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു തുടർഭരണം എന്നുള്ള മുദ്രാവാക്യമാണ് പ്രധാനമായും CPI മുന്നോട്ട് വയ്ക്കുന്നത്. നേതാക്കളുടെ പ്രതികരണങ്ങളിൽ അത് വ്യക്തമാണ്. വീണ്ടും ഒരു ഭരണത്തുടർച്ച ഉണ്ടാകും എന്ന് ഉറച്ചു വിശ്വസിച്ച് അതിന് അനുസരിച്ചുള്ള ഒരു നവകേരള സൃഷ്ടിക്കാനുള്ള ഒരു മാർഗരേഖ, ഒരു നയരേഖ ഈ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ 3 വർഷത്തെ ഒരു സമ്മേളന കാലയളവിലെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച സംഘടനാ റിപ്പോർട്ടും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഈ സമ്മേളനത്തിൽ അവതരിപ്പിക്കും. 2 ദിവസങ്ങളാണ് ഇതിന്മേൽ ചർച്ച നടക്കുന്നത്. അതിനുശേഷമായിരിക്കും പുതിയ സംസ്ഥാന സമിതിയെ തിരഞ്ഞെടുക്കുക. ആ നിലയിൽ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ അണിനിരന്നു കഴിഞ്ഞു. പ്രകാശ് കാരാട്ടുണ്ട്, ബൃന്ദ കാരാട്ടുണ്ട്, CPI മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട്, MA ബേബി തുടങ്ങിയ എല്ലാ നേതാക്കളും, സുഭാഷ് നീല അടക്കമുള്ള PB പ്രതിനിധികൾ, ഒപ്പം തന്നെ SRPF പോലുള്ള മുതിർന്ന നേതാക്കൾ, CPI-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, ഒപ്പം തന്നെ CPI-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ എന്നിവരാണ് ഇപ്പോൾ ഈ വേദിയിൽ അണിനിരന്നിരിക്കുന്നത്. താഴെ ഗായക സംഘം തയ്യാറായിരിക്കുന്നു. ചെറിയ കലാപരിപാടികൾ ഉണ്ട് ഈ സമ്മേളനം തുടങ്ങുന്നതിന് മുൻപായി. അതിനുശേഷം രക്തസാക്ഷി പ്രമേയം അവതരിപ്പിക്കും. അതിനുശേഷമായിരിക്കും ഉദ്ഘാടന പ്രസംഗം. CPIM-ന്റെ കോർഡിനേറ്ററും PB അംഗവുമായ പ്രകാശ് കാരാട്ടാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഉദ്ഘാടനത്തിന് ശേഷം മാധ്യമപ്രവർത്തകർക്ക് ഇവിടെ നിന്ന് പുറത്തു പോകേണ്ടി വരും. പിന്നീട് മീഡിയ റൂമിലാണ് മാധ്യമപ്രവർത്തകർക്ക് ഇരിപ്പിടം സജ്ജീകരിച്ചിരിക്കുന്നത്. അതാത് സമയങ്ങളിൽ സമ്മേളനത്തിന്റെ വിശേഷങ്ങൾ വാർത്താ സമ്മേളനങ്ങളായി നൽകാനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് സംഘാടക സമിതി അറിയിച്ചിരിക്കുന്നത്. ആ നിലയിൽ 500-ലധികം പ്രതിനിധികൾ ഇപ്പോൾ ഈ ഒരു വേദിക്ക് അകത്തേക്ക് കടന്നിരിക്കുകയാണ്. ടൗൺ ഹാളിലാണ് കോടിയേരി ബാലകൃഷ്ണൻ നഗർ എന്ന് നാമകരണം ചെയ്തിരിക്കുന്ന ടൗൺ ഹാളിനകത്താണ് ഈ ഒരു സമ്മേളനം നടക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വേദിയാണ് നമ്മൾ കാണുന്നത്. വേദിയിൽ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ അണിനിരന്നിരിക്കുന്നു. 500-ൽ പരം പ്രതിനിധികളും ഈ ഘട്ടത്തിൽ ഈ സമ്മേളന ഹാളിനകത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അല്പസമയത്തിനകം ഔദ്യോഗിക തുടക്കമാകും 24ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള CPI-ന്റെ സംസ്ഥാന സമ്മേളനത്തിന്. SKN. നമുക്കിപ്പോൾ ശ്രീജിത്ത് കൂടി ചേരുന്നു. ശ്രീജിത്ത്, ഇപ്പോൾ പ്രതിനിധി സമ്മേളനം ആരംഭിക്കാൻ ഇനി വൈകാൻ സാധ്യതയുണ്ടോ? എന്താണ് വിവരങ്ങൾ? പ്രവർത്തകരെല്ലാം മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ടൗൺ ഹാളിലേക്ക് കടന്നിരിക്കുന്ന നിമിഷങ്ങളാണ് നമ്മൾ കാണുന്നത്. ദൃശ്യങ്ങളിൽ നേതാക്കന്മാരെല്ലാം വേദിയിൽ സജ്ജരായി കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും ദേശീയ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും എല്ലാം തന്നെ വേദി ചടങ്ങിൽ സന്നിഹിതരായി കഴിഞ്ഞു. വേദി ടൗൺ ഹാളിലെ സദസ്സിലും ആളുകൾ നിരന്നു കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉത്സാഹ കമ്മിറ്റിയൊക്കെ വളരെ സജീവമായി പ്രവർത്തിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. വിവരങ്ങളുമായി നമുക്കപ്പം ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, വിവരങ്ങൾ. ഇനി സംഘഗാനം ആലാപനമൊക്കെ ഉണ്ടോ? SKN, ഇനി സ്വാഗതഗാനാലാപനമുണ്ട്. സ്വാഗതഗാനാലാപനം കഴിഞ്ഞ ശേഷമാണ് അടുത്ത നടപടികളിലേക്ക് കടക്കുന്നത്. CPI-ന്റെ സംസ്ഥാന സമ്മേളനത്തിന് ഈ മുന്നോടിയായി പ്രതിനിധി സമ്മേളനത്തിന് മുന്നോടിയായി 2 ചടങ്ങുകളുണ്ട്. സ്വാഗതഗാനത്തിന് ശേഷം അനുശോചന പ്രമേയം, രക്തസാക്ഷി പ്രമേയം, അതിനുശേഷം സ്വാഗത പ്രസംഗം. അതും കഴിഞ്ഞാണ് ഉദ്ഘാടന പ്രസംഗത്തിനായി പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടിനെ ക്ഷണിക്കുന്നത്. ഈ ഉദ്ഘാടന സെഷനിൽ മൊത്തം നിരീക്ഷകരും സംസ്ഥാന സമ്മേളന പ്രതിനിധികളുമടക്കം 530 പേരാണ് പങ്കെടുക്കുന്നത്. 486
56 പ്രതിനിധികളും 44 നിരീക്ഷകരും പ്രത്യേക അതിഥികളും ഉൾപ്പെടെയാണ് മൊത്തം 530 പേർ ഈ സമ്മേളനത്തിൽ സാക്ഷ്യം വഹിക്കുന്നത്. എങ്കിലും ഇത്രയും പ്രതിനിധികൾ മാത്രമേ സമ്മേളനത്തിനകത്ത് പങ്കെടുക്കുന്നുണ്ടെങ്കിലും സമ്മേളനം വീക്ഷിക്കാനായും ഇതിന്റെ പരിപാടികൾ പങ്കെടുക്കാനുമായി നൂറുകണക്കിന് പ്രവർത്തകർ ഈ ടൗൺ ഹാളിലും പരിസരത്തും അതിന് പുറത്തുമൊക്കെയായി തടിച്ചുകൂടിയിട്ടുണ്ട്. അങ്ങനെ ഓരോ ദിവസവും കൂടി ഇത്രയും ആളുകൾ ഇവിടേക്ക് കാണാനായി മറ്റും എത്തും. എന്തായാലും ഇപ്പോൾ പ്രതിനിധികളാകെ തന്നെ സമ്മേളന ഹാളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. അല്പസമയത്തിനകം പ്രതിനിധി സമ്മേളനത്തിന്റെ നടപടികൾ ആരംഭിക്കും. ഇന്ന് 12:30 വരെയാണ് ഉദ്ഘാടന സെഷൻ ക്രമീകരിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പൊളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടിന്റെ ഉദ്ഘാടന പ്രസംഗമാണ് 12:30. അത് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ സംഘടനാ റിപ്പോർട്ടും രാഷ്ട്രീയ റിപ്പോർട്ടും അവതരിപ്പിക്കാനുള്ള നീക്കമുണ്ടെങ്കിലും ഈ സെഷൻ അല്പം വൈകിയതിനാൽ അത് ഉച്ചയ്ക്ക് മുമ്പ് തുടങ്ങുവാൻ കഴിയുമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ നേതൃത്വം സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഉച്ചയ്ക്ക് ശേഷമാണ് പ്രധാനപ്പെട്ട റിപ്പോർട്ട് അവതരണങ്ങൾ നടക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി ിൽ സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം നടക്കുന്ന വേദിയിൽ സ്വാഗതഗാന ആലാപന നൃത്താവിഷ്കാരമാണ് ഇപ്പോൾ കണ്ടത്.